തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായാണ് നാളെ അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നതെന്ന് INTUC ദേശീയ വൈസ് പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ. കേരളത്തിൽ സമ്പൂർണ്ണ പണിമുടക്കാകും നടക്കുകയെന്നും അദ്ദേഹം പ്രതികരിച്ചു. ജൂലൈ 9, 2025 വീണ്ടും ഒരു ദേശീയ പണിമുടക്ക് വരികയാണ്. സ്വതന്ത്ര ഭാരതത്തില് ഉണ്ടായിട്ടുള്ള തൊഴിലാളി സംരക്ഷണ നിയമങ്ങളെല്ലാം മാറ്റി പാർലമെന്റ് പോലും ചർച്ച ചെയ്യാതെ ലേബർ കോഡുകൾ നടപ്പാക്കാൻ തീരുമാനിക്കുക വഴി സ്ഥിരം തൊഴിൽ മേഖല ഇല്ലാതാവുകയും വേക്കൻസികൾ ഫില്ല് ചെയ്യാതെ വരികയും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയും കോർപ്പറേറ്റുകൾക്ക് മുതലാളിമാർക്ക് അനുകൂലമായ തീരുമാനങ്ങൾക്ക് വേണ്ടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിഷ്കാരങ്ങൾ ഈ ഭാരത രാജ്യത്തിന് ദോഷകരമാണ് എന്ന വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. അതുമാത്രവുമല്ല, ഈ രാജ്യത്തിന് മുഴുവൻ ജനങ്ങളെയും അന്നമൂട്ടുന്ന കർഷകർ, ആ കർഷകരാകെ പ്രക്ഷോഭത്തിലും അവർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് പോലും ഭരണഘടനാപരമായി കൊടുക്കേണ്ട സംരക്ഷണങ്ങൾ പോലും കൊടുക്കുന്നില്ല. അവരുടെ ബാധ്യതകൾ, കടബാധ്യതകൾ എഴുതിത്തള്ളുന്ന നടപടികൾ ഉണ്ടാവുന്നില്ല. കർഷകരും തൊഴിലാളികളും ഒറ്റക്കെട്ടായി എതിർക്കുകയാണ് രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ. അതുപോലെ തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റും തൊഴിലാളി വിരുദ്ധ മനോഭാവത്തിൽ കരാറുവൽക്കരണം കൂടുതൽ നടപ്പാക്കുക, തൊഴിലാളികളുടെ സ്ഥിരം തൊഴിൽ ഇല്ലാതാക്കുക, സ്ഥാപനങ്ങളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുക. അതുപോലെ തന്നെ ഈ പുതിയ സ്ഥാപനങ്ങൾ വരുമ്പോൾ അവിടെയെല്ലാം കരാർ തൊഴിലാളികളെ മാത്രം നിയമിക്കുക. KSRTC, ഇലക്ട്രിസിറ്റി ബോർഡ്, വാട്ടർ അതോറിറ്റി, മിൽമ തുടങ്ങിയുള്ള സ്ഥാപനങ്ങളെല്ലാം പ്രാരാബ്ദങ്ങളിലേക്ക് കൂപ്പുകുത്തുകയാണ്. HDC പോലുള്ള സ്ഥാപനങ്ങൾ ഏറ്റവും ലാഭകരമായി നടക്കേണ്ട സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്ക് പോകുന്നു. ടൂറിസം മേഖലയും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മേഖലയും പൂർണ്ണമായി ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ കേരളത്തിൽ വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നു. രണ്ട് ഗവൺമെന്റുകളും ഒന്നിനൊന്നിന് വ്യത്യസ്തമില്ലാതെ എല്ലാ മേഖലയിലും ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനെതിരെയുള്ള അതിശക്തമായ തുടർ പ്രക്ഷോഭമാണ് നാളെ നടക്കുന്നത്.